ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രാജി. അപ്പോൾ ഞാൻ ഇന്ന് ഡിന്നറിന് ഉരുളക്കിഴങ്ങ് കറിയും പൂരിയും കൂടാണ് എനിക്ക് ഡിന്നറിന് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങ് കറിയുടെ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാം ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതി വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ എടുക്കാം. അത്രേ ഉള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ, സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്കിലും ഞാൻ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമായിട്ട് 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള, കരിയാപ്പല, പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെളുത്തുള്ളി, പിന്നെ 2 ഉരുളക്കിഴങ്ങ്. ഇതാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ, ഉരുളക്കിഴങ്ങ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ നമ്മുടെ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടുകിട്ടു. ഒരു വറ്റൽമുളകാണ്, അത് 2ആയിട്ട് മുറിച്ചിട്ട് അതിലോട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് കരിയാപ്പല ഇടുവാണ്. കരിയാപ്പല ഇട്ടതിന് ശേഷം ഞാൻ ഉള്ളിയൂടി ഇടുന്നുണ്ട്, സവാള. ഒരു സവാള ഞാൻ അതിലേക്ക് ഇട്ടു. അത് സവാള ഇനി നന്നായിട്ട് നമ്മൾ വഴറ്റുവാണേ. സവാളയ്ക്കൊരു ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ ഞാൻ തക്കാളിക്ക എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഞാൻ ഇടിച്ചിടുവാണേ. വെളുത്തുള്ളി ഇടാൻ ചതച്ച് ഞാൻ ഇതിലോട്ടിടുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത്രയും ഞാൻ ചതച്ചിട്ടുള്ളൂ, ഒത്തിരി ഞാൻ ചതച്ചില്ല, ഇത്രേ ചതക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ഇടുവാണേ. പച്ചമുളക് ഞാൻ ഇടുന്നില്ല, കാരണം നല്ല എരിയായിരിക്കുമല്ലോ പച്ചമുളക് ഇട്ടാൽ. അപ്പോൾ കുട്ടികൾക്കത് ഒത്തിരി എരിയുള്ള ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടോളുക, അതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് നന്നായിട്ട് മഞ്ഞൾപ്പൊടി കളറ് നല്ലപോലെ വേണ്ട ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവർ മഞ്ഞൾപ്പൊടി കുറച്ചുകൂടി ഇടും. ഞാനും അങ്ങനെ കേട്ടോ, മഞ്ഞൾപ്പൊടി ഞാനും ഏറെ ഇടും. അപ്പോൾ അതൊന്ന് വഴങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് നമ്മുടെ തക്കാളിക്ക ഇടുവാണേ. ഞാൻ എടുത്ത് വെച്ചേക്കുന്ന തക്കാളിക്ക അതിലോട്ട് ഇടുക. 2 തക്കാളിക്ക എടുത്ത് വെച്ചിട്ടില്ലേ അരിഞ്ഞത്, അപ്പോൾ അത് അതിലോട്ട് ഇട്ട് ഇനി അതുകൂടെ ഒന്ന് വഴറ്റട്ടെ. വഴറ്റിയേക്ക് ഞാൻ ഇതിലോട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാല ഇടായിരുന്നു കേട്ടോ. ഞാൻ ഇതിലോട്ട് ചിക്കൻ മസാല ഇടുന്നുണ്ട്. അപ്പോൾ തക്കാളിക്കയുടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വഴറ്റത്തില്ലയോ, അന്നേരം ഈ പരുവമേ ആകാവുള്ളൂ കേട്ടോ. ഇത് കൂടുതൽ അങ്ങ് തക്കാളിക്ക അങ്ങ് വഴണ്ടി കഴിഞ്ഞാൽ ഉള്ളിയും ഒത്തിരി അങ്ങ് വഴറ്റിയാലും വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതിലോട്ടിട്ടു. ഇനി അതും കൂടെ ഒന്ന് വഴറ്റുക. അതിന് ശേഷം മാത്രമേ ഞാൻ മസാല ചേർക്കാറുള്ളൂ കേട്ടോ. മസാല ഞാൻ ഉദ്ദേശിച്ചത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല. അത് ഞാൻ അതിന് ശേഷം ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷമേ എടുത്തുള്ളൂ. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കും മൊത്തത്തിൽ. അതിന് ശേഷം ഞാൻ മസാലകൾ ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ഇളക്കും. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുവാണേ കണ്ടോ. മുളക് പൊടി ഇടുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് അളവൊന്നുമില്ല കേട്ടോ. ഒരു കാര്യത്തിന് ഞാനിങ്ങനെ പ്രത്യേകിച്ച് അളവ് നോക്കിയിട്ടൊന്നും എടുത്തില്ല. കാരണം ഇതിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് കുറച്ചിടുക. അതായത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനിങ്ങനെ സ്പൂണിൽ എടുത്തിട്ടിടുവോ അങ്ങനെയൊന്നും അല്ല. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ആ കവറോട് കൂടിയിട്ട് നോക്കിയിട്ട് ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു അളവനുസരിച്ചിട്ട് ഇടുവാണ്. അപ്പോൾ എൻ്റെ ഈ കൊറിയാൻഡർ പൗഡർ കണ്ടോ, നമ്മുടെ ഈസ്റ്റേൻ്റെ ആണ് കേട്ടോ. ഈസ്റ്റേൻ്റെ ആണേ. അതിൻ്റെ മല്ലിപ്പൊടിയാണ് ഞാൻ വാങ്ങിക്കാറ് കേട്ടോ. ഇത് നാട്ടിൽ പോയപ്പോഴേ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മുടെ മില്ലിയിൽ നിന്നൊന്നും പൊടിച്ചാൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം. ഞാൻ നമ്മുടെ ഈസ്റ്റേൻ്റെ അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലേ. നമ്മുടെ ഈസ്റ്റേൺ കൊറിയാൻഡർ പൗഡറാണേ ഞാൻ ഇടുക അതിലോട്ട്. കണ്ടോ, അളവ് കണ്ടോ. ഞാനിങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കുന്നില്ല, കുറച്ച് ഇടുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിലോട്ട് ഞാൻ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ കേട്ടോ, കിച്ചൺ ട്രഷേഴ്സിൻ്റെ നമ്മൾ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മഞ്ജു വാര്യർ ഞാനിൻ്റെയൊക്കെ ഇതാണ്ടോ. അപ്പോൾ ഞാൻ അതും ഇട്ടു. അപ്പോൾ മനസ്സിലാവില്ല നിങ്ങൾക്ക്, എൻ്റെ കറിക്കൊന്നും ഒരു അളവില്ല. പിന്നെ നമ്മൾ ഗരം മസാല കൂടെ ഒന്ന് ഇടുവാണ്. ഗരം മസാല ഇട്ടു. ഗരം മസാല നമ്മുടെ ഈസ്റ്റേൻ്റെ ആണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചില്ലേ, ഞാൻ ഈസ്റ്റേൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഗരം മസാല കൂടി ഇട്ടു. എല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ ഇനി വഴറ്റാൻ പോവാന്നേ. അപ്പോൾ നന്നായിട്ട്
വഴണ്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നന്നായിട്ട് വഴറ്റി. ഇനി നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിക്കുവാണ്. ഈ പറഞ്ഞ പോലെ വെള്ളത്തിനും അളവില്ല. കുക്കർ അതായത് ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കുന്നു, അത്ര ഉള്ള അളവ് കേട്ടോ. ഇത് കണ്ട് മുങ്ങിക്കിടക്കുക, അതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ 3-4 സീറ്റി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതങ്ങ് 3 എണ്ണം മതി. മിനിമം ഒരു 3 എണ്ണം. അപ്പോൾ നന്നായിട്ടങ്ങ് കട്ടിക്ക് കിട്ടും, കൊഴുത്ത് കിട്ടും. അതപ്പോൾ വെള്ളമില്ലാതെ നമുക്കത് കൊഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ. കുക്കർ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അടച്ചു വെച്ചു. 120-ലായിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കൂട്ടി വെക്കാൻ പോവാണ്. 1200-ലോട്ട് വെച്ചു. ഇനി ഒരു 3 സീറ്റി അടിച്ച് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് കറി റെഡിയാവും. അപ്പോൾ ലാഭമുണ്ട്, പെട്ടെന്നല്ലേ. കുക്കറിലാണ്, പിന്നെ നമ്മുടെ ഗ്യാസിലാണ് എത്ര സമയം നമ്മളിത് വെക്കണം ഇല്ലയോ. അതിങ്ങനെ ഉരുളക്കിഴങ്ങ് വേകുന്നിടം വരെ, വെള്ളം പറ്റി വരുന്നിടം വരെ നമ്മൾ ഇരിക്കണം. ഇതാകുമ്പോൾ കണ്ടോ എത്ര പെട്ടെന്നാണ്, ഒരു 7 മിനിറ്റൊക്കെ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കറി റെഡിയാവും. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്പൂണും കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒരു കൊഴുപ്പൂടെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മല്ലിയില ഒന്ന് ഇതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മല്ലിയിലയോട് ഇട്ടു. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കുന്നുണ്ട് കണ്ടോ. നമ്മൾ സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും എല്ലാം നല്ലതാണ് കേട്ടോ.